നമസ്കാരം. വീണ ജോർജിനോട് ഇനി മത്സരിക്കരുത് എന്ന് ഒരാൾ പറഞ്ഞു, പക്ഷേ കേട്ടില്ല. അതോടെ അയാൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് തന്നെ ചെന്ന് കാര്യം പറഞ്ഞു. അതായത് വീണ ജോർജിനെ ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കരുതെന്ന്. അത് വേറെ ആരുമല്ല, അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വീണ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് പൊതുജനത്തിന് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, എപ്പോഴും വിവാദത്തിൽ ചെന്ന് തലവെക്കുന്ന ഒരു കക്ഷി കൂടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. വീണ മന്ത്രിയായിട്ട് ഇങ്ങനെ നടക്കുന്നത് കാരണം കുടുംബകാര്യങ്ങളിലൊന്നും വീണ ശ്രദ്ധിക്കുന്നില്ല എന്നത് കൊണ്ട് തന്നെയാണ് നിലവിൽ ഭർത്താവ് വീണയെ വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ പറയുകയും പാർട്ടിയിൽ നിന്നും കടക്ക് പുറത്ത് എന്ന് വീണയുടെ ഭർത്താവ് വീണയുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തു. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായതിനാൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. കുടുംബപരമായ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ജോർജ് ഇപ്പോൾ CPM നേതാക്കളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വീണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല എന്നാണ് ജോർജ് പറയുന്നത്. ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറിയാണ് ജോർജ്. സംസ്ഥാന ജില്ലാ ഏരിയ നേതാക്കളോടാണ് ജോർജ് ഫോണിലൂടെ ചിലരോട് ഒക്കെ നേരിട്ടും വാക്കാലുമൊക്കെ ആവശ്യപ്പെട്ടത്. ഏരിയ തലത്തിലുള്ളവർ ജില്ലാ തലത്തിലേക്കും ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്കും വിവരം കൈമാറി. വീണ ജോർജിനോടും ഭർത്താവിനോടും ചോദിച്ച് നിജസ്ഥിതി എന്താണ് എന്ന് അറിയാനുള്ള നീക്കം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകും. ആറന്മുളയിലെ സിറ്റിംഗ് MLA ആയ വീണ ജോർജിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM ഒരു ശ്രമം നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനവും അങ്ങനെയാണ്. ജില്ലാ കമ്മിറ്റി വീണയുടെ പേര് മാത്രമേ ശുപാർശ ചെയ്തിട്ടുള്ളൂ. 2016 പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ടാണ് മാധ്യമപ്രവർത്തകയായിരുന്ന വീണ CPM ചിഹ്നത്തിൽ ആറന്മുളയിൽ മത്സരിച്ചത്. 2021 ജയം ആവർത്തിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും ജയിച്ചില്ല. ജോർജിൽ നിന്ന് ഇത്തരമൊരു ആവശ്യമുണ്ടായത് CPMന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ വീണ പത്തനംതിട്ട കൊടുമണ്ണയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇന്ന് മുതലാണ് പത്തനംതിട്ടയിലെ ഔദ്യോഗിക പരിപാടികളിൽ വീണ ജോർജ് പങ്കെടുക്കാൻ തുടങ്ങിയത്. അതായത് ഭർത്താവിന് തന്നെ ഒരു കാര്യം മനസ്സിലായി, വീണ ജോർജ് കേരളം ഭരിച്ച് നടന്നിട്ടും മന്ത്രിയായിട്ടൊന്നും ഒരു ഗുണവുമില്ല, എപ്പോഴും വിവാദങ്ങളിൽ പെടുന്നു, പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കാരണം ആരോഗ്യമന്ത്രി എന്താണ് കാണിക്കുന്നത്, എന്ത് കോപ്രായമാണ് ആരോഗ്യമന്ത്രി കേരളത്തിൽ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഭർത്താവ് പറഞ്ഞത്, നീ വീട്ടിലിരുന്നാൽ മതി, അല്ലെങ്കിൽ ഈ പണിക്കൊന്നും നീ പോണ്ട, രാഷ്ട്രീയം നിനക്ക് പറഞ്ഞതല്ല, നീ വേറെ ഏതെങ്കിലും ജോലിക്ക് വെക്കുള്ളൂ എന്ന ഒരു അർത്ഥത്തിൽ ഭർത്താവ് വീണയോട് പറഞ്ഞത്.